പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ പേസ് ഗ്രൂപ്പിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ദുബായ് ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. സിൽവിയോറ എന്ന പേരിൽ മാസങ്ങൾ നീണ്ട ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചാണ് പേസ് ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നവരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരും ദുബൈയിൽ ഒത്തുചേർന്നത്. അജ്മാൻ റൂളേഴ്സ് കോർട്ട് ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് മാജിദ് ബിൻ സയ്യിദ് അൽ നൊയമി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോൺസുൽ BG കൃഷ്ണൻ, മുഹമ്മദ് ഹുസൈൻ അലി, മുഹമ്മദ് ഷമാലി തുടങ്ങിയവർ മുഖ്യാതിഥികളായി എത്തി. നമ്മളെ വാപ്പ ഡോക്ടർ P. ഇബ്രാഹിം ഹാജി കാണിച്ചെന്ന മാതൃക, ആ വാല്യൂസ് അതിനെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ബ്രദേഴ്സും നമുക്കെല്ലാവർക്കും നമ്മളെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ സ്ഥാപനത്തിന് സേവിച്ചിട്ടുള്ള എല്ലാ സ്റ്റാഫിനും ആദരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രയോറിറ്റി ആയിട്ടുണ്ടായത്. പേസ് ഗ്രൂപ്പ് സ്ഥാപകൻ അന്തരിച്ച PA ഇബ്രാഹിം ഹാജിയുടെ ഓർമ്മകൾക്കൊപ്പമായിരുന്നു സിൽവർ ജൂബിലി പരിപാടികൾ. പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുന്നവർ അഭിമാനത്തോടെയാണ് ആദരം ഏറ്റുവാങ്ങിയത്. I have so much of attachment to this school where I spend my career and my youth. So with that memory only I rush to this celebration. I am so happy. വളരെ സന്തോഷമുണ്ട്. 23 വർഷമായി പേസ് ഗ്രൂപ്പിൻ്റെ കൂടെ. പേസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. കുട്ടികളായാലും ടീച്ചറായാലും പോയി കഴിഞ്ഞ അലുമിനികളായാലും കുട്ടികൾ തിരിച്ചു വരുന്നു. So we are happy that it is growing and we are growing with them. So I joined as a teacher, now I'm the principal of a school, still continuing with them. Really blessed and fortunate to be a part of PACE Group for the last 25 years. വലിയൊരു അനുഭവമാണ് അത്. അവരുടെ കൂടെ നിന്ന് ആൾക്കാരെ ആദരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം 25 ഇയേഴ്സ് ഓഫ് സെലിബ്രേഷനാണ്. ഇനി അവരുടെ നെക്സ്റ്റ് അങ്ങോട്ടുള്ള 25 വർഷത്തിൻ്റെ തുടക്കം കൂടിയാണെന്ന് പറഞ്ഞു. അപ്പം ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ശേഷം ആ സ്ഥാപനം വളരെ വലുതായി വളരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ കേരളത്തിനു പുറമെ കർണാടകയിലും UAE-യിലും കുവൈത്തിലും 20-ലേറെ സ്ഥാപനങ്ങൾ പേസ് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്.